കേരള സർക്കാർ നൽകുന്ന സ്ത്രീ സുരക്ഷാ പെൻഷൻ നിങ്ങൾക്കും ലഭിക്കും. മാസം 1000 രൂപ വെച്ച്. ആർക്കൊക്കെ അത് ലഭിക്കാന്നല്ലേ? 35-നും 60-നും വയസ്സിന് ഇടയിൽ പ്രായമുള്ള മഞ്ഞയോ പിങ്കോ റേഷൻ കാർഡുള്ള സ്ത്രീകൾക്കാണ് ഇതിന് അർഹത. ഇനി ഇത് ലഭ്യമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ സെക്രട്ടറിക്ക് അപേക്ഷ നൽകണം. അപേക്ഷയോടൊപ്പം നമ്മുടെ വയസ്സ് തെളിയിക്കുന്ന രേഖയും കൂടി ഹാജരാക്കണം. എന്തൊക്കെയാ രേഖകള്? പാസ്പോർട്ട്, ബർത്ത് സർട്ടിഫിക്കറ്റ്, സ്കൂൾ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ്. ഇനിയിപ്പോ ആ രേഖ അവൈലബിൾ അല്ലെങ്കിലോ? അല്ല എന്നുണ്ടെങ്കിൽ ഡോക്ടർ സാക്ഷി, നമ്മുടെ വയസ്സ് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ലഭ്യമല്ല എന്ന് ഡോക്ടർ സാക്ഷ്യപ്പെടുത്തിയ ഒരു സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ മതിയാവും. പിന്നെ ഉണ്ട് ഇതിൽ നമ്മൾക്ക് വേറെ പെൻഷനൊന്നും കിട്ടുന്നവരായിരിക്കരുത്. അതായത് വിധവാ പെൻഷൻ, വികലാംഗ പെൻഷൻ, അവിവാഹിത പെൻഷൻ, കുടുംബ പെൻഷൻ, EPF പെൻഷൻ, സർവീസ് പെൻഷൻ മുതലായ പെൻഷൻസ് ഒന്നും ലഭ്യമാകാത്ത ഒരാളാണെങ്കിൽ വേഗം പോയി നിങ്ങൾ നാളെ തന്നെ അപ്ലൈ ചെയ്തോളൂ കേട്ടോ. നിങ്ങൾക്കും കിട്ടൂട്ടോ. നാടെങ്ങും വികസന കുതിപ്പ് കാണാം. നേരിന്റെ പക്ഷം നിന്ന് പടപൊരുതാം. LDF സാരഥിക്ക് വിജയം നൽകാം. അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ വോട്ടുകളേകാം. നാടറിയുന്നൊരു നേതാവല്ലേ, നന്മ നിറഞ്ഞൊരു സാരഥിയല്ലേ, സമ്മതമായൊരു വോട്ട് തരില്ലേ. അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ വോട്ടുകളേകാം. LDF സാരഥിക്ക് വിജയം നൽകാം. ഒരു തെറ്റും ചെയ്യാത്ത രാഹുൽ ഗാന്ധിയെ 56 മണിക്കൂർ നേരം ചോദ്യം ചെയ്തു ED. കീമോതെറാപ്പി കഴിഞ്ഞിട്ട് അവശയായി നിൽക്കുന്ന ശ്രീമതി സോണിയാഗാന്ധിയെ പിടിച്ചുകൊണ്ടുപോയി 36ാമത്തെ മണിക്കൂറിൽ ഒരു കുഴിനിരുത്തി ചോദ്യം ചെയ്തു. ചോദ്യം ചോദ്യം ചോദ്യം. രാഹുൽ ഗാന്ധി 56ാമത്തെ മണിക്കൂറിൽ ചോദ്യം ചെയ്യുമ്പോ രാഹുൽ ഗാന്ധിയുടെ അടുത്ത് വന്നിട്ട് EDയുടെ ഉദ്യോഗസ്ഥൻ ചോദിച്ചത്രേ, മിസ്റ്റർ രാഹുൽ, നിങ്ങൾ എന്തൊരു മനുഷ്യരാണ് രാഹുൽ, നിങ്ങൾ കരച്ചിൽ വരുന്നില്ലേ? നിങ്ങൾക്കൊന്ന് സങ്കടപ്പെട്ടൂടെ? നിങ്ങൾക്കൊന്ന് കൺപുരികങ്ങളിൽ ഒരു ചലനം വരുത്തിക്കൂടെ? നിങ്ങളുടെ നെറ്റിത്തടത്തിലൊന്ന് വിയർപ്പ് പിടിച്ചൂടെ? നിങ്ങൾക്കൊന്ന് പേടിക്കുന്നത് പോലെ ഒന്ന് അഭിനയിക്കെങ്കിലും ചെയ്തൂടെ? നിങ്ങൾ യോഗിയാണോ മിസ്റ്റർ രാഹുൽ? ED ചോദിച്ച ചോദ്യ. രാഹുൽ പറഞ്ഞു, സത്യമാണ് എന്റെ മതം. എന്താണ്? സത്യമാണ് എന്റെ മതം.